ആരാണ് ലിയണൽ സ്കലോണി? ഒരു അസിസ്റ്റൻ്റ് എന്ന പേരുനാമത്തിൽ നിന്നും അർജന്റീനയുടെ എക്കാലത്തെയും വിശ്വസ്ത തന്ത്രശാലി എന്ന് വാഴ്ത്തപ്പെടാൻ അയാൾ നേരിട്ട വഴികൾ അതികാഠിന്യമായിരുന്നു. പലരും പടിയിറങ്ങിയ ഇടങ്ങളിലേക്ക് അയാൾ കാലെടുത്ത് വെക്കുമ്പോൾ മികച്ച ഒരു ടീമോ നല്ല രീതിയിലുള്ള കളി നിയന്ത്രണങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. 2018 സാംപോളിയുടെ അർജന്റീനയെ കമൻട്രേറ്റർ വിവരിച്ചത് ഇപ്പോഴും കാതോരങ്ങളിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഈ ടീം എങ്ങനെയാണ് ഒരു വേൾഡ് കപ്പിൻ്റെ വിന്നേഴ്സ് ആവുക? ഈ ഒരു ചോദ്യം അർജന്റീന എന്ന രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. ലോക ഫുട്ബോളിൻ്റെ ഒരേ ഒരു രാജാവ് ലിയണൽ മെസ്സിയുടെ രാജ്യത്തിന് ഇത്രയും ദയനീയമായ ഒരവസ്ഥ വന്നുപോയി. അവരെ രക്ഷിക്കാൻ ആര് കടന്നു വരുമെന്നത് പലർക്കും സംശയമായി. ഈ ഒരു അവസരത്തിലാണ് മറ്റൊരു റൊസാരിയക്കാരൻ പണ്ട് ആൽപിസ് സെലസ്റ്റിയൻ ജേഴ്സിയിൽ പ്രതിരോധം തീർത്ത ലിയണൽ സ്കലോണി ടീമിലെത്തുന്നത്. ഒരു താൽക്കാലിക പരിശീലനം എന്ന നാമത്തിലാണ് അയാളെ അർജന്റീന വരവേറ്റു തുടങ്ങിയത്. പക്ഷേ ഒരു താൽക്കാലികക്കാരൻ എന്ന പദവിയിലിരുന്നു കൊണ്ട് തന്നെ അയാൾ ആ ടീമിനെ വീക്ഷിച്ചു തുടങ്ങി. അതെ, പലയിടങ്ങളിലും വലിയ വലിയ അഭാവങ്ങൾ. അങ്ങനെ ലിയണൽ സ്കലോണി ഒരു അർജന്റീനിയൻ ടീമിന് രൂപം നൽകി. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള യുവതാരങ്ങളെയും ടീമിൻ്റെ കുന്തമുനകളാക്കി മാറ്റി. അർജന്റീനയുടെ കരുത്തിലേക്ക് പുതിയ പുതിയ താരങ്ങളെയും കൊണ്ടുവരപ്പെട്ടു. പല ക്ലബ്ബുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരിലേക്ക് രാജ്യാന്തര ഫുട്ബോളിൻ്റെ ജേഴ്സി അവർക്കങ്ങ് നീട്ടിക്കൊടുത്തു. അതെ, അങ്ങനെ 28 വർഷത്തെ കാത്തിരിപ്പിനെ അവസാനിപ്പിക്കാൻ സ്കലോണിപ്പട തയ്യാറായി. മെസ്സിയെ മുൻനിർത്തി അടിക്കടിയായി വിജയം കൈക്കൊണ്ടുകൊണ്ട് ചിരവൈരികളായ ബ്രസീലിനെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തി 28 വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചു. കോപ്പയിൽ മുത്തമിടുകയായിരുന്നു. ഒരു താൽക്കാലികൻ എന്ന പദവിയിൽ നിന്നും ആൽപിസ് സെലസ്റ്റിയ അയാളെ മുക്തനാക്കി മാറ്റി. അതെ, ആ ടീമിൻ്റെ എല്ലാമെല്ലാമായി ലിയണൽ സ്കലോണി. കോപ്പ നേടിയതോടെ അർജന്റീനിയൻ ജനതയ്ക്ക് അയാളൊരു ദൈവമായി മാറി. പിന്നാലെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിസിമയും കരസ്ഥമാക്കി. അതെ, പലരുടെയും ജീവിതാഭിലാഷം അയാൾ നിറവേറ്റി കൊടുത്തു. ഇനിയുള്ളത് വേൾഡ് കപ്പാണ്. അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളത് അതീവ കാഠിന്യമായതാണ്. ലോകോത്തര രാജ്യങ്ങൾ 32ഓളം കൊടികൾ ഒറ്റ ലക്ഷ്യത്തിനായി പോരാടുന്ന ഒരു കളിയാരവം. അതെ, ആൽപിസ് സെലസ്റ്റിയ തയ്യാറായി കഴിഞ്ഞു. സ്കലോണിയുടെ തന്ത്രത്താൽ ഖത്തറിൻ്റെ മരണഭൂമികയിൽ വെള്ളയും നീലയും കലർന്ന പതാകകൾ വാനം കണ്ടു തുടങ്ങി. അയാളുടെ തന്ത്രങ്ങൾ 100% വിജയത്തിലാക്കാൻ വേണ്ടി സൈഡ് ബെഞ്ചിലെ പല യുവതാരങ്ങളെയും അയാൾ കളിക്കളത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. എൻസോ ഫെർണാണ്ടസും അൽവാറസും മെക്കലിസ്റ്ററും മൊലീനയും ഇവരിൽ പ്രധാനപ്പെട്ടവരായി മാറി. ആദ്യ മത്സരത്തിൻ്റെ പ്രവചനങ്ങൾ പോലും ലോകം തന്നെ മാറ്റി എഴുതപ്പെട്ടു. സൗദി അറേബ്യ ആധിപത്യം കുറിച്ചു. സ്കലോണിപ്പട അവസാനിച്ചുവോ? അർജന്റീന ഒളിഞ്ഞിരിക്കുന്നുവോ? അങ്ങനെ പലതരം വിമർശനങ്ങൾ. അയാളുടെ തിരിച്ചുവരവിനായി വീണ്ടും അർജന്റീനിയൻ പതാക പാറിപ്പറന്നുകൊണ്ടുയർന്നു. മെക്സിക്കോക്കെതിരെയായ മത്സരത്തിൽ സ്കലോണിയുടെ തന്ത്രത്തിലൊന്നായ എൻസോ ഫെർണാണ്ടസ് ലക്ഷ്യം കണ്ടു. അതെ, അവിടെയാണ് മെസ്സിയും ആ സംഘത്തിൻ്റെയും പടയോട്ടം ആരംഭിക്കുന്നത്. പിന്നീട് മുമ്പിൽ വരുന്നവരെയെല്ലാം അർജന്റീന കത്തി നശിപ്പിച്ചു. നെതർലൻഡും ഓസ്ട്രേലിയയും അതിൽ പ്രധാനികളായി മാറി. പലതരത്തിലും ദൈവം അവരെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉയർത്തിയെഴുന്നേൽപ്പെന്നോണം അവർക്ക് ദൈവമൊരു തന്ത്രശാലിയെ നൽകി. അയാളിലൂടെ അവസാനം അവർ ലോകം ഭരിച്ചു. തന്നെക്കൊണ്ട് കളിക്കുന്ന കാലത്ത് എന്താണോ കഴിയാത്തത് അത് പരിശീലകൻ്റെ രൂപത്തിൽ നിറവേറ്റിക്കൊടുക്കുകയായിരുന്നു ലിയണൽ സ്കലോണി. അതെ, അയാളുടെ കടന്നുവരവാണ് ആ ടീമിനെ അടിമുടി മാറ്റിമറിച്ചത്. അയാളുടെ നിരീക്ഷണത്തിലാണ് ആ ടീമിനെ ഉയർത്തിയെഴുന്നേൽപ്പിച്ചത്. അയാളിലൂടെയാണ് പല താരങ്ങളും ഇന്ന് ലോകോത്തര ക്ലബ്ബുകളിൽ പന്ത് തട്ടി തുടങ്ങുന്നത്. ദ വൺ ആൻഡ് ഓൺലി ലിയണൽ സ്കലോണി.